അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 13 വ്യാഴാഴ്ച. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ RSS BJP പ്രവർത്തകർ തടഞ്ഞു. നെയ്യാറ്റിൻകരയിൽ ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിന് ശേഷമായിരുന്നു പ്രതിഷേധം. ചടങ്ങിൽ RSSും സംഘപരിവാറും രാജ്യത്തിന്റെ ആത്മാവിൽ വിഷം കലർത്തിയിരിക്കുന്നുവെന്നും നാം ജാഗ്രതയോടെ കഴിയണമെന്നും തുഷാർ ഗാന്ധി പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. BJPക്കും RSSനുമെതിരെയുള്ള പരാമർശം പിൻവലിക്കണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. തുഷാർ ഗാന്ധിക്ക് പിന്തുണയറിയിച്ച് ചില കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധിജിക്കും തുഷാർ ഗാന്ധിക്കും ജയ് വിളിച്ച് രംഗത്തെത്തി. RSS മൂർദാബാദ് എന്നും ഗാന്ധിജി സിന്ദാബാദ് എന്നും മുദ്രാവാക്യം മുഴക്കിയ തുഷാർ ഗാന്ധി പ്രതിഷേധക്കാരെ വകവയ്ക്കാതെ കാറിൽ കയറി പോവുകയായിരുന്നു. കാറിന് മുന്നിൽ നിന്നടക്കം RSS BJP പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. തുഷാർ ഗാന്ധിയെ BJP RSS പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധവുമായി നേതാക്കൾ. കേരളത്തിന് അപമാനകരമായ സംഭവമാണ് നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ ഹീനമായ നടപടിക്ക് കേരളത്തിന്റെ മതേതര മനസ്സ് മാപ്പ് നൽകില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും പറഞ്ഞു. ഗോഡ്സെയുടെ പ്രേതമാണ് BJPയെയും RSSനെയും ബാധിച്ചിരിക്കുന്നതെന്നും ഗാന്ധിജിയെ തമസ്കരിച്ച് ഗോഡ്സെയെ വാഴ്ത്തുന്ന വർഗീയ ശക്തികൾക്ക് കേരളത്തിന്റെ മതേതര മണ്ണിൽ സ്ഥാനമില്ലെന്നും K സുധാകരൻ കൂട്ടിച്ചേർത്തു. സംഘപരിവാർ നടപടിക്ക് നീതീകരണമില്ലെന്ന് VM സുധീരനും പറഞ്ഞു. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുമെന്ന RSS BJP അജണ്ട കേരളത്തിൽ വിലപ്പോവില്ലെന്നും എന്നാൽ സംഭവം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കുറ്റക്കാർക്കെതിരെ ചെറുവിരൽ അനക്കാത്ത പോലീസ് നടപടി അത്ഭുതപ്പെടുത്തുന്നുവെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. ധിക്കാരവും മാപ്പില്ലാത്ത കുറ്റവുമാണിതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വിമർശിച്ചു. ആശാസമരത്തിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ച് ജോൺ ബ്രിട്ടാസ് MP. ദില്ലിയിൽ അദ്ദേഹത്തിന് ഒരു പണിയുമില്ല എന്നത് വ്യക്തമാക്കുന്നതാണ് നിലവിലെ പ്രവൃത്തികളെന്നും പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴാണ് ഒരു കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ഇങ്ങനെ തമ്പടിക്കുന്നതെന്നുമാണ് ജോൺ ബ്രിട്ടാസിന്റെ പരിഹാസം. സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് BJPക്കാർ പോലും വിശ്വസിക്കുന്നില്ലെന്നും ജോൺ ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു. ആശാപ്രവർത്തകരുടെ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള UDF MPമാർ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. ആശാസമരത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രിയുമായി MPമാർ 45 മിനിറ്റ് ചർച്ച ചെയ്തു. ആശാ വർക്കർമാരുടെ പ്രതിസന്ധി അറിയിച്ചുവെന്നും അനുഭാവപൂർണമായി ധനമന്ത്രി ആവശ്യങ്ങൾ കേട്ടുവെന്നും UDF MPമാർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന തലത്തിൽ ലഹരിക്കെതിരെയുള്ള നടപടികൾ ശക്തിപ്പെടുത്തുന്നതിനായി സമഗ്ര നടപടികൾ സ്വീകരിക്കാൻ ADGP മനോജ് എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ലഹരിക്കെതിരെയുള്ള നടപടികൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധനകൾ ഊർജിതമാക്കും. മുൻപ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളുടെ വീടുകളിലും ഒളിത്താവളങ്ങളിലും കൂടുതൽ പരിശോധനകളും നടത്തും. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസ ടൌൺഷിപ്പിലേക്കുള്ള ഒന്നാംഘട്ട ലിസ്റ്റിൽ ഉൾപ്പെട്ട 199 ഗുണഭോക്താക്കളുമായി ജില്ലാ കളക്ടർ കൂടിക്കാഴ്ച നടത്തി. സർക്കാർ നിർദ്ദേശിച്ച നിബന്ധനകൾ അനുസരിച്ച് വീട് നിർമ്മാണത്തിനു വേണ്ടി 22 പേർ മാത്രമാണ് സമ്മതപത്രം നൽകിയത്. ഒരാൾ മാത്രമാണ് 15 ലക്ഷം എന്ന സാമ്പത്തിക സഹായം അംഗീകരിച്ചത്. നിലവിലെ പാക്കേജ് അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ഭൂരിഭാഗം ദുരന്തബാധിതരും. കേരളത്തിന്റെ വ്യവസായ റാങ്കിങ്ങിനെ ചൊല്ലി നിയമസഭയിൽ ഭരണപ്രതിപക്ഷ തർക്കം. കള്ളക്കണക്കുകളാണ് സർക്കാർ അവതരിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നിരയിൽ നിന്ന് വിമർശനം ഉയർന്നു. പ്രതിപക്ഷം കേരള വിരുദ്ധരാണെന്ന് വ്യവസായ മന്ത്രി തിരിച്ചടിച്ചു. മന്ത്രിയുടെ മറുപടിക്കിടയിലും ബഹളമുണ്ടാക്കിയതിന് രാഹുൽ മാങ്കൂട്ടത്തലിനെ സ്പീക്കർ ശാസിച്ചു. വ്യവസായ സൌഹൃദ റാങ്കിങ്ങിൽ കേരളം ഒന്നാമതാണെന്ന സർക്കാരിന്റെ അവകാശവാദത്തെ സഭയ്ക്ക് അകത്തും പുറത്തും എതിർക്കുന്നത് തുടരുകയാണ് പ്രതിപക്ഷം. സംസ്ഥാനത്ത് അക്രമം ഓരോ ദിവസവും ശക്തിപ്പെടുന്ന സ്ഥിതിയാണെന്ന് വിമർശിച്ച് മുതിർന്ന CPM നേതാവ് G സുധാകരൻ.
തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച ഗുരു ഗാന്ധി സംഗമ ശതാബ്ദിയോടനുബന്ധിച്ച് മൊഴിയും വഴിയും ആശയസാഗര സംഗമം സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന CPI നേതാവ് C. ദിവാകരനും ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ലഹരി വിപത്തിനെക്കുറിച്ചും പ്രണയക്കെണികളെക്കുറിച്ചും ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ചും BJP നേതാവ് PC ജോർജ് പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ. PC ജോർജ് ഉന്നയിച്ച കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇരകളുടെ സ്വകാര്യത ഉറപ്പാക്കി സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. അപകീർത്തി പരാമർശത്തിൽ BJP നേതാവ് ശോഭ സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഷാന ബീഗം ഉത്തരവിട്ടു. AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MPയുമായ KC വേണുഗോപാൽ നൽകിയ ഹർജിയിന്മേലാണ് നടപടി. ഒരുവിധ തെളിവിന്റെയും പിൻബലമില്ലാതെ ശോഭ സുരേന്ദ്രൻ തുടർച്ചയായി KC വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ചതിനെതിരെയാണ് ക്രിമിനൽ നടപടി പ്രകാരം മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തത്. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന്. അടുപ്പുകൾ കൂട്ടി ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഭക്തർ. രാവിലെ 9:45 ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാല ചടങ്ങുകൾ തുടങ്ങും. 10:15 അടുപ്പുവെട്ട്, 1:15 നിവേദ്യം. തലശ്ശേരി മണോളിക്കാവ് ഉത്സവത്തിനിടെ പോലീസിനെ ആക്രമിച്ച CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്ത സംഭവത്തിന് പിന്നാലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ 2 SIമാരെയും സ്ഥലം മാറ്റി. SIമാരായ TK അഖിൽ, ദീപ്തി എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. അഖിലിനെ കൊളവല്ലൂർ സ്റ്റേഷനിലേക്കും ദീപ്തിയെ കണ്ണൂർ ടൌൺ പോലീസ് സ്റ്റേഷനിലേക്കുമാണ് മാറ്റിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ ജയിലിലേക്ക് മാറ്റി. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് അഫാനെ ജയിലിലേക്ക് മാറ്റിയത്. അച്ഛന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പോലീസ് വിവിധയിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കടം വാങ്ങിയ പണം തിരികെ കിട്ടാൻ നിരന്തരം അധിക്ഷേപിച്ചതുകൊണ്ടാണ് പിതൃസഹോദരനായ ലത്തീഫിനെയും ഭാര്യയെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് അഫാന്റെ മൊഴി. മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന അച്ഛൻ മരിച്ചു. കോഴിക്കോട് കുണ്ടായത്തോട് സ്വദേശി ഗിരീഷാണ് മരിച്ചത്. മകൻ സനലിന്റെ മർദ്ദനമേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. മാർച്ച് 5 കേസിനാസ്പദമായ സംഭവം. ഇരുവർക്കുമിടയിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വ്യവസായ മന്ത്രി P. രാജീവ് അമേരിക്കയിലേക്ക് പോകും. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ സമ്മേളനത്തിൽ മന്ത്രി പങ്കെടുക്കും. മാർച്ച് 28 മുതൽ ഏപ്രിൽ 1 വരെ വാഷിംഗ്ടൺ DC-യിലാണ് സമ്മേളനം. വ്യവസായ മന്ത്രിക്കൊപ്പം ഉയർന്ന ഉദ്യോഗസ്ഥരും വിദേശത്തേക്ക് പോകുന്നുണ്ട്. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെ വനം വകുപ്പ്. പഞ്ചായത്തിന്റെ നടപടി രാജ്യത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണെന്ന് കാട്ടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സർക്കാരിന് റിപ്പോർട്ട് നൽകി. ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ കൊല്ലാൻ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയ ഓണററി വൈൽഡ് ലൈഫ് വാർഡന്റെ അധികാരം റദ്ദാക്കണമെന്നും ശുപാർശയുണ്ട്. പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദ്കുമാറിനെ റിമാൻഡ് ചെയ്തു. ഈ മാസം 26 വരെയാണ് റിമാൻഡ് ചെയ്തത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ആനന്ദകുമാറിനെ വീഡിയോ കോൺഫറൻസിലൂടെയാണ് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഇന്നലെയാണ് ക്രൈംബ്രാഞ്ച് ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ വിവാദ കൊടുങ്കാറ്റുയർത്തിയ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പത്മകുമാറിനെതിരായ നടപടി നാളെ തീരുമാനിക്കും. പരസ്യ പ്രതികരണവും അച്ചടക്ക ലംഘനവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. നടപടിയിലെ തീരുമാനം നാളെ ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അറിയിക്കും. തെറ്റുപറ്റിയെന്ന് പത്മകുമാർ തുറന്നു സമ്മതിച്ചെങ്കിലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിൽ നടപടി വരുമെന്നാണ് സൂചന. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ?
ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഹരിയാനയിലെ 10 മേയർ സ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 9 BJPക്ക് വമ്പൻ ജയം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ ഭൂപീന്ദർ ഹൂഡയുടെ ശക്തി കേന്ദ്രമായ ഗുരുഗ്രാമും റോഹ്തക്കും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ മേയർ സ്ഥാനങ്ങളിലേക്കാണ് ഇത്തവണയും BJP വിജയിച്ചത്. ഹൂഡയുടെ ശക്തി കേന്ദ്രമായതിനാൽ ഫലം കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി. തെലങ്കാനയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വിമർശിക്കുന്ന കർഷകന്റെ വീഡിയോ പങ്കുവച്ചതിന് അറസ്റ്റിലായ മാധ്യമപ്രവർത്തകരുടെ എണ്ണം 2 പൾസ് ന്യൂസ് ബ്രേക്ക് എഡിറ്റർ രേവതി പൊടകാനന്ദയ്ക്ക് പിന്നാലെ സഹപ്രവർത്തക തൻവി യാദവും അറസ്റ്റിലായി. രാവിലെ വീട്ടിൽ കയറിയാണ് തൻവിയെയും അറസ്റ്റ് ചെയ്തത്. രേവന്ത് റെഡ്ഡിയെ വിമർശിച്ചുള്ള കർഷകന്റെ ബൈറ്റ് സംപ്രേഷണം ചെയ്തതിനാണ് അറസ്റ്റ്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഡിജി യാത്രാ പദ്ധതിയിൽ തിരുവനന്തപുരം മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതായി അദാനി എയർപോർട്ട്സ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് പ്രഖ്യാപിച്ചു. ഇതോടെ അദാനി എയർപോർട്ട്സിന്റെ 7 വിമാനത്താവളങ്ങളിലും ഡിജി യാത്രാ സേവനം ലഭ്യമാകും. തടസ്സമില്ലാത്ത യാത്രാനുഭവം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് അദാനി എയർപോർട്ട്സ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. മഹാരാഷ്ട്രയിലെ മുംബൈ ലീലാവതി ആശുപത്രിയിൽ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് പിന്നാലെ ദുർമന്ത്രവാദം നടന്നതായും ആരോപണം. ലീലാവതി കീർത്തിലാൽ മെഹ്ത മെഡിക്കൽ ട്രസ്റ്റിലെ മുൻ ട്രസ്റ്റിമാർ 1200 കോടി രൂപയുടെ ഫണ്ട് ദുരുപയോഗം ചെയ്തെന്ന് നിലവിലെ അംഗങ്ങൾ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആശുപത്രിയിൽ ദുർമന്ത്രവാദം നടന്നതായുള്ള ആരോപണവും ഉയർന്നിരിക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിൽ ട്രെയിനിൽ ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിച്ചതായി റിപ്പോർട്ട്. സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ 33 വിഘടനവാദികൾ കൊല്ലപ്പെട്ടുവെന്നും സൈന്യം അറിയിച്ചു. അതേസമയം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ട്രെയിൻ റാഞ്ചുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തന്നെയാണ് ട്രെയിൻ തട്ടിയെടുക്കുന്നതിന്റെയും യാത്രികരെ ബന്ദിയാക്കുന്നതിന്റെയും വീഡിയോ പുറത്തുവിട്ടത്. $20 ബില്യൺ US ഉൽപ്പന്നങ്ങൾക്ക് കാനഡ അധിക തീരുവ പ്രഖ്യാപിച്ചു. കനേഡിയൻ സ്റ്റീൽ, അലൂമിനിയം എന്നിവയ്ക്ക് അമേരിക്കൻ നികുതി ചുമത്തിയതിന് പിന്നാലെയാണ് $20 ബില്യൺ മൂല്യമുള്ള US ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ചത്. സ്റ്റീൽ, അലൂമിനിയം ഇറക്കുമതിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 25% തീരുവ പ്രാബല്യത്തിലായതിന് തൊട്ടുപിന്നാലെ അമേരിക്കയുടെ മേൽ പകരം തീരുവ ഏർപ്പെടുത്തി യൂറോപ്യൻ യൂണിയനും. US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന €26 ബില്യൺ അഥവാ $2800 കോടി മൂല്യം വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം തീരുവ ഏർപ്പെടുത്തുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയർ പറഞ്ഞു. നിലവിൽ ഇത്രയും തുകയ്ക്കുള്ള ഉൽപ്പന്നങ്ങളാണ് പ്രതിവർഷം യൂറോപ്യൻ യൂണിയൻ US-ലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അവസാന മത്സരത്തിലെ സമനിലയിലൂടെ 28 പോയിന്റുമായി 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഹൈദരാബാദിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് സമനില വഴങ്ങിയത്. 7ാം മിനിറ്റിൽ ദുസാൻ ലഗാത്തോറിലൂടെ ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തിയെങ്കിലും 45ാം മിനിറ്റിൽ കണ്ണൂർ സ്വദേശി സൌരവ് നേടിയ സീസണിലെ തന്നെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്നിലൂടെ ഹൈദരാബാദ് FC ഒപ്പം പിടിക്കുകയായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.